Hi everyone, this is Ebin from Evika. അങ്ങനെ നമ്മുടെ iOS 8ൻ്റെ ബീറ്റ 3 റീ-റിലീസ് നമുക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ ടിപ്പിക്കലി വരുന്നത് നമ്മുടെ പബ്ലിക് ബീറ്റ റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ്. ഈ ഒരു അപ്ഡേഷൻ നമുക്ക് വന്നിരിക്കുന്നത് 284 MB-ലാണ് എൻ്റെ iPhone 11 വന്നിരിക്കുന്നത്. iOS 18 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസിലും ബീറ്റ 3 റീ-റിലീസ് ഏകദേശം ഒരു 200 മുതൽ 400 MB-യുടെ ഉള്ളിലാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 8ൻ്റെ ബീറ്റ റീ-റിലീസും macOS Tucoയുടെ ബീറ്റ റീ-റിലീസും ചെയ്തിട്ടുണ്ട്. വേറെ ഒരു അപ്ഡേഷനും വാച്ചോ ഹോം പോഡോ വേറെ ഒരു അപ്ഡേഷനും ആപ്പിൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 18 22A5307i എന്ന ഈ ഒരു ആൽഫബറ്റ് എയിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ അടുത്തെത്തുക. എന്നാണ് ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അവസാനം പറയുന്നതാണ്. ആൻഡ് ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷനൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ ഇഷ്യൂസൊക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ iOS 8ൻ്റെ ബീറ്റ 3യിൽ നിലനിന്നത് അതേപോലെ ഈ ഒരു അപ്ഡേഷനും നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം ഈ ഒരു അപ്ഡേഷൻ ചെയ്തപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വന്നൊരു പ്രശ്നമായിരുന്നു, എസ്പെഷ്യലി ജിയോ യൂസേഴ്സിന് വന്നൊരു പ്രശ്നമായിരുന്നു. കോള് കണക്റ്റ് ആവുന്നില്ല, അതേപോലെ കോള് പോകുന്നില്ല, അതേപോലെ കോള് വിളിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ലാഗ് ആ ഒരു കോളിൻ്റെ തുടക്കത്തിൽ നമുക്കുണ്ടായിരുന്നു. അത് ഈ ഒരു ബീറ്റയുടെ ഇഷ്യൂ ആയിരുന്നില്ല, ജിയോ എന്ന് പറയുന്ന ആ ഒരു മൊബൈൽ കമ്പനി സർവീസിൻ്റെ ഒരു ഇഷ്യൂ ആയിരുന്നു. അത് അവർ അപ്ഡേറ്റ് ചെയ്യാതെ നമ്മുടെ ഈ പറഞ്ഞ ഡിവൈസിൽ നിന്ന് മാറുന്നതല്ല. അത് ബീറ്റയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ iOS 8ൻ്റെയോ ബാക്കി ഇഷ്യൂസ് അല്ല. iOS 17 റൺ ചെയ്യുന്ന ഡിവൈസിലും എനിക്ക് ഈ പറഞ്ഞ ജിയോ യൂസേഴ്സിൽ നിന്ന് ആ ഒരു കംപ്ലൈൻറ്റ് ലഭിച്ചിട്ടുണ്ട്. അടുത്ത വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബീറ്റയിൽ ആപ്പിൾ കുറേ അപ്ഡേറ്റ്സ് അല്ല കൊണ്ടുവന്നിരിക്കുന്നത്, മെയിൻലി ആപ്പിൾ റിഫൈൻമെൻ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ മെസ്സേജിങ് ആപ്പിൽ ഈ പറഞ്ഞ ഇമോജി പിക്കറിലാണ് മാറ്റം വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ പഴയ ആ ഒരു ഇമോജി പിക്കർ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് മെമ്മോജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ആപ്പിൾ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അതേപോലെ ആ ഒരു റോസും ആ ഒരു ഇമോജിയുടെ സൈസും ഇപ്പോൾ ആപ്പിൾ ചെറുതാക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വോയിസ് മെയിലും നമുക്ക് പുതിയ ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. വോയിസ് മെയിലല്ല, വോയിസ് മെമ്മോ ആണ്. ജസ്റ്റ് വോയിസ് മെമ്മോ എടുക്കാം. ഈ വോയിസ് മെമ്മോ ഓപ്ഷൻ നമുക്ക് സ്റ്റീരിയോ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷനും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി iOS 8ൻ്റെ ഈ ഒരു ബീറ്റയിൽ വന്ന ബഗ്സും ബഗ് ഫിക്സും എന്തൊക്കെ നോക്കാം. ഏറ്റവും ആദ്യത്തെ ബഗ് ഫിക്സ് എന്ന് പറയുന്നത് നേരത്തെ iOS 8ൻ്റെ ബീറ്റ 3യിൽ വന്നിരുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു. ഹോം സ്ക്രീനിൽ നിന്ന് നമ്മുടെ കസ്റ്റമൈസ് ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്കത് സെലക്ട് ആവുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ആ ഒരു ബഗ് മാറ്റിട്ടുണ്ട്. നേരെ നമ്മുടെ ഈ പറഞ്ഞ കസ്റ്റമൈസ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ആ ഒരു കസ്റ്റമൈസ് ഓപ്ഷൻ ഡാർക്ക് ഓട്ടോമാറ്റിക് ലൈറ്റ് ടിൻറ്റഡ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ലൈറ്റ് മോഡിൽ നിന്ന് ഡാർക്ക് മോഡിലേക്ക് മാറ്റുമ്പോൾ എല്ലാ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉൾപ്പെടെ ഡാർക്ക് മോഡിലേക്ക് പോകുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് സ്വിച്ച് ചെയ്ത് കാണിച്ചുതരാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാ ആപ്പും ഐക്കൺസും കറക്റ്റായിട്ടാണ് ഡാർക്ക് മോഡിലേക്ക് പോയിരിക്കുന്നത്. ഇവിടെ ജസ്റ്റ് നമുക്ക് ഈ പറയുന്ന ഗൂഗിളിൻ്റെ സർവീസസ് നോക്കാം. എല്ലാ കാര്യങ്ങളും ഡാർക്ക് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി യൂട്യൂബ് എടുത്ത് നോക്കാം, യൂട്യൂബും ഡാർക്ക് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇതേപോലെ എല്ലാ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും ഇതേപോലെ ഡാർക്ക് മോഡിലേക്ക് ഈസി ആയിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ആ ഒരു ബഗ് ഫിക്സും ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തൊരു ബഗ്ഗാണ് നമ്മുടെ 433 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നല്ലൊരു ബഗ്ഗിലാണ് നിൽക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു വൈറ്റ് സ്ക്രീനിൽ സ്റ്റക്കായിരിക്കുകയാണ്. ഇതേപോലെയായിരുന്നു എൻ്റെ നേരത്തെ ഉണ്ട അപ്ഡേഷനിൽ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ ബീറ്റയിൽ വാട്സാപ്പിനും പറ്റിയത്. സോ ഇപ്പോഴും ഡിസ്ക്ലെയിമറായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ബീറ്റ യൂസ് ചെയ്യാൻ പോകുന്നത് പ്രൈമറി ഡിവൈസിലാണെങ്കിൽ ഇതേപോലുള്ള ബഗ്ഗുകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷനിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു കാര്യം കെയർഫുള്ളായിട്ട് നിൽക്കുക. ചില സമയത്ത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ റീഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം മാറാറുണ്ട്. പക്ഷേ ആ റീഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബഗ് മാറുമെന്ന് നമുക്ക് ഉറപ്പ് പറയാനും പറ്റില്ല. അതോടൊപ്പം നമ്മുടെ ഫീഡ്ബാക്ക് ആപ്പിൽ iOS 8ൻ്റെ ബീറ്റ 3 റീ-റിലീസിൻ്റെ റിലീസ് നോട്ടോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണിച്ചിട്ടില്ല. നേരത്തെ ഉണ്ടായ ആ റിലീസ് നോട്ടുകൾ തന്നെയാണ് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത്.
പെർഫോമൻസ് വൈസും ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു പെർഫോമൻസിനാണ് ഈ ഒരു അപ്ഡേഷൻ ഫീൽ ചെയ്യുന്നത്. വലിയ ബൂസ്റ്റോ അതേപോലെ വലിയ മാറ്റങ്ങളോ പെർഫോമൻസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ഈ പറഞ്ഞ വാളറ്റ് ആപ്പ് എടുക്കാം. വാളറ്റ് ആപ്പ് അത്യാവശ്യം നന്നായിട്ട് ഫാസ്റ്റായിട്ട് ലോഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പറയുന്ന ക്ലോക്ക് ആപ്പ് എടുക്കാം. ക്ലോക്ക് ആപ്പും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഈ പറയുന്ന ഏതെടുക്കാം, നമുക്ക് കലണ്ടർ ആപ്പ് എടുക്കാം. കലണ്ടർ ആപ്പും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ സ്റ്റട്ടറിങ്ങോ അതേപോലെ ലാഗോ ഫീൽ ചെയ്യുന്നില്ല. നേരത്തെ എൻ്റെ അപ്ഡേഷനിലും എനിക്ക് ആ ഒരു ആപ്ലിക്കേഷൻസ് എടുക്കുമ്പോൾ ഇതേപോലെ ലോക്കായിട്ട് വൈറ്റ് ലോക്കായിട്ട് വന്നിരിക്കുന്ന പോലെ അല്ലാതെ വലിയ ആപ്ലിക്കേഷൻസ് സ്റ്റക്കാവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇനി iOS 8 ഒഫീഷ്യൽ അപ്ഡേറ്റും ഇനി വരാൻ പോകുന്ന ആപ്പിൾ അപ്ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ iOS 17.5.2 എന്ന് പറഞ്ഞ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യും എന്ന് കരുതി. പക്ഷേ ആപ്പിൾ മിക്കവാറും അങ്ങനെ ഒരു അപ്ഡേഷൻ കൊണ്ടുവരില്ല. അതിന് പകരം ഈ ഒരു ആഴ്ചയിൽ തന്നെ നമുക്ക് iOS 17.6 RC റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് iOS 17.6 ഒഫീഷ്യൽ അപ്ഡേറ്റും ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ iOS 18 ഒഫീഷ്യൽ അപ്ഡേറ്റ് ലഭിക്കണമെങ്കിൽ നമുക്ക് സെപ്റ്റംബർ ഒരു മിഡൊക്കെ ആകുമ്പോഴത്തേക്കുമായിരിക്കും ഈ പറയുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് ലഭിക്കാനുള്ള ചാൻസ് ഉള്ളത്. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് സെപ്റ്റംബറിൽ ആപ്പിളിൻ്റെ ആ ഒരു മെയിൻ ഇവൻറ്റും കാണാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ iOSൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ പുതിയ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. സോ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ കിട്ടില്ല അപ്ഡേറ്റ്സും ടിപ്സും ട്രിക്സും എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ആപ്പിളിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കും നമ്മുടെ ടെലിഗ്രാം ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ന്യൂസുകൾ മലയാളത്തിലും ബാക്കി കാര്യത്തിലും വായിക്കണമെങ്കിലും നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും അതും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്നതാണ്. www.evica.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. സോ ആ ഒരു വെബ്സൈറ്റ് ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും ചെക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ. ദിസ് ഇസ് Bin Xavier signing from Evica.